ത്രിയേക ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പരിശുദ്ധവും നിർമ്മലവുമായ നോമിന്റെ യാത്രയിലാണല്ലോ നാം ഒക്കെയും. വിശുദ്ധ മർക്കോസ് എവങ്കേലിസ്ത നമ്മുടെ കർത്താവ് മിശിഹായെ പറ്റി എഴുതിയ സുവിശേഷം 2-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള വാക്യം അല്പസമയം നമുക്ക് ചിന്തിക്കാം, ധ്യാനിക്കാം. ഈ ഭാഗത്തെ ഏറ്റവും കൂടുതൽ മനോഹരമാക്കുന്നത്, പ്രകാശമയമാക്കുന്നത് ചില മനുഷ്യരുടെ നിർമ്മലവും സ്വാർത്ഥതയില്ലാത്തതുമായ നടപടികളാണ്. അവർക്ക് മുഖമില്ല, പേരില്ല, സാധ്യതകളുടെ പരിധിക്ക് പുറത്തു കടന്നവർ. ഒരിക്കൽ ഗുരു ശിഷ്യന്മാരോട് ഇപ്രകാരം ചോദിച്ചു, പ്രഭാതമായോ എന്ന് എങ്ങനെ മനസ്സിലാക്കാം? ശിഷ്യന്മാർ പല അഭിപ്രായങ്ങളും പറഞ്ഞു. ഒരുവന്റെ മതം ഇങ്ങനെയായിരുന്നു, എപ്പോഴാണോ ഒരുവൻ തന്റെ സഹോദരനെയും തന്റെ ചുറ്റുമുള്ളതിനൊക്കെയും കാണുകയും അതിനോടൊക്കെ സംവദിക്കാനും കഴിയുന്നത്, അപ്പോഴാണ് പ്രഭാതമാകുന്നത്. സംവേദന ശക്തി നഷ്ടപ്പെട്ട ഈ ലോകത്തിൽ ചിലരുണ്ട് ക്രിയാത്മകമായി ഇടപെട്ടുകൊണ്ട് അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്നു. സ്വയം പ്രകാശിപ്പിക്കുകയും വഴി കാണിക്കുകയും ചെയ്യുന്നു. ഈ നോമ്പ് ഇതിനുള്ള വിളിയാണ്. ഇവിടെ 4 ആളുകൾ, അവർക്ക് ക്രിസ്തുവിനെയും തളർവാദ രോഗിയെയും അറിയാം. ഇവിടെ ഒരു സാധ്യതയുള്ളത് ക്രിസ്തുവിനെ പറ്റി തളർവാദ രോഗിയോടും ബന്ധുക്കളോടും പറയാം. അങ്ങനെ അവരുടെ ഉത്തരവാദിത്വം അവിടെ അവസാനിപ്പിക്കാം. നാമും അങ്ങനെയൊക്കെയാണ്. സൗജന്യമായി വലിയ അധ്വാനമില്ലാത്തതുമായ ഉപദേശങ്ങളും അഭിപ്രായവും പറയുന്നവരാണ്. എന്നാൽ അവരോ സാധ്യതകളുടെ ഒരു പടി കൂടി മുകളിലോട്ട് കടന്ന് ആ മനുഷ്യനെ ക്രിസ്തുവിന്റെ സന്നിധിയിൽ എത്തിക്കുവാൻ തീരുമാനിക്കുകയാണ്. അവിടെ എത്തിയതോടുകൂടെ സാഹചര്യം പന്തികേടാണെന്ന് അവർക്ക് മനസ്സിലാകും. തിക്കും തിരക്കും കാരണം ക്രിസ്തുവിനെ കാണുവാനോ ഈ മനുഷ്യനെ അവിടെ എത്തിക്കുവാനോ അവർക്ക് കഴിയുന്നില്ല. സാധ്യതകളുടെ എല്ലാ വാതിലുകളും അവർ മുട്ടി. തിരിച്ചു വന്നിട്ട് എന്തായിരിക്കും അവർ പറഞ്ഞിട്ടുണ്ടാവുക? തിരക്കാണ്, ഇന്നു സമയമില്ല, നമ്മളെ കൊണ്ട് സാധിക്കുകയില്ല, എല്ലാം വിധിയാണ്, എല്ലാത്തിനും ഒരു പരിധിയില്ലേ എന്നൊക്കെ ആവില്ലേ? നാമും അങ്ങനെയൊക്കെ തന്നെയാണ്. ശ്രമിച്ചു എന്ന് വരുത്തി തീർത്ത് ഒഴിവ് കിഴിവുകൾ പറഞ്ഞ് അവനവന്റെ കാര്യം നോക്കുന്നു. കാലഘട്ടത്തിന്റെ സംസ്കാരം സ്വാധീനിച്ച് ചലനാത്മകമല്ലാത്ത ചിലർ. എന്നാൽ അവരോ സാധ്യതകളുടെ പരിധികൾ കടന്ന് മേൽക്കൂരയെ നീക്കുന്നവർ. അത്ര നിസ്സാരമല്ല അങ്ങനെ ഒരു പ്രതിസംസ്കാരം സൃഷ്ടിച്ചെടുക്കുവാൻ. അതിന് വല്ലാത്ത ബോധ്യമുണ്ടാകും. ചുറ്റുപാടുകളോട് ക്രിയാത്മകമായി പ്രതിബദ്ധതയോടെ കരുണയോടെ സംവദിക്കാനുള്ള മനസ്സുണ്ടാകും. രണ്ടാമത്, ക്രിസ്തുവിനെ മർക്കോസ് എവങ്കേലിസ്ത പരിചയപ്പെടുത്തുന്നത് മനുഷ്യപുത്രൻ എന്ന് വിളിച്ചുകൊണ്ടാണ്. അവനോളം മനുഷ്യവർഗത്തോട് മനസ്സലിവ് കാണിച്ച മറ്റൊരു മനുഷ്യന് ഇല്ല എന്നതുകൊണ്ടാവാം മർക്കോസ് ക്രിസ്തുവിനെ അങ്ങനെ പരിചയപ്പെടുത്തുന്നത്. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ, മനുഷ്യൻ സൃഷ്ടിച്ച ഒട്ടുമിക്ക ദൈവങ്ങളും മനുഷ്യന് ഒരു കാതം അകലെ നിൽക്കുന്നവരാണ്. ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞാൽ, തന്റെ ജാതിയിലും വർഗവിശുദ്ധിയിലും ഇല്ലാത്തവരോട് അയിത്തം കൽപ്പിക്കുന്നവർ. എന്നാൽ ക്രിസ്തുവോ, അവൻ കടന്നു വരുന്ന പക്ഷപാതക്കാരന്റെ ജാതിയോ മനസ്സോ കൊണ്ടുവന്നവരുടെ വിശുദ്ധിയോ കൂടെ നിന്നവരുടെ അഭിപ്രായമോ ആരാഞ്ഞിട്ടില്ല. മറിച്ച് മുന്നിൽ വന്ന ആ മനുഷ്യനോട് കരുണയോടും മനസ്സലിവോടും തളർന്നുപോയ മനുഷ്യവർഗത്തിന്റെ പ്രതിനിധിയെ കണ്ട് അവനെ സൗഖ്യമാക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാവാം വിശുദ്ധ മർക്കോസ് എവങ്കേലിസ്ത വിജാതികർക്ക് വേണ്ടി പ്രത്യേകിച്ച് എഴുതിയ ഈ സുവിശേഷത്തിൽ ക്രിസ്തുവിന്റെ മനസ്സലിവ്, കരുണ
എന്ന് പ്രതിഫലിപ്പിക്കുന്ന പ്രവർത്തനങ്ങൾക്ക് മുൻതൂക്കം നൽകിയത്. ക്രിസ്തുവിനാൽ ആരംഭം കുറിച്ച ദൈവരാജ്യത്തെക്കുറിച്ചും അതിലേക്ക് കടന്നു വരുന്ന ഏതൊരുവനും അവകാശമായി നൽകുന്ന നിത്യരക്ഷയുമാണ് ഈ വിശുദ്ധ സുവിശേഷത്തിലെ പ്രതിപാദ വിഷയം. മാമോദിസ സ്വീകരിക്കുന്ന സ്ഥാനാർത്ഥിയുടെ പ്രായമോ ജാതിയോ അല്ല അവന്റെ നിത്യരക്ഷയുടെ അടിസ്ഥാനം, മറിച്ച് ദൈവകരുണയാണ്. പാപം വർദ്ധിച്ചിടത്ത് കൃപയും വർദ്ധിച്ചു. നന്മ നമ്മുടെ മേന്മയുടെ, പാരമ്പര്യത്തിന്റെയോ നമ്മുടെ സ്ഥാനമാനങ്ങളുടെയോ വർണ്ണത്തിന്റെയോ വർഗത്തിന്റെയോ ഒന്നുമല്ല. നമ്മുടെ കുറവുകളെ, പരിമിതികളെ പരിഗണിക്കാത്ത, നാം കള്ളനോ കവർച്ചക്കാരനോ പാപിയോ ഭൂതകാലത്തിൽ എന്തായിരുന്നാലും അവയൊന്നും പരിഗണിക്കാത്ത ഒരു ക്രിസ്തുവിന്റെ സന്നിധിയിലാണ് കടന്നു ചെല്ലുന്നത്. അവിടെ എത്തുമ്പോൾ അവനിൽ വിശ്വസിക്കുകയും അവൻ ഏറ്റുപറയുന്ന ഏവനും നിത്യരക്ഷ എന്ന ദാനം നൽകുന്നു. നോമ്പ് സർവസൃഷ്ടിക്കും നൽകുന്ന ആഹ്വാനം ഇതാണ്. ആ ദൈവരാജ്യത്തിലേക്ക് കടന്നു വരുവാനും ആ നിത്യരക്ഷ എന്ന അത്ഭുതമായ ദൈവകൃപയെ സ്വീകരിക്കുവാനുമാണ്. പ്രിയമുള്ളവരെ, രണ്ട് കാര്യങ്ങളാണ് ഇവിടെ ഓർമ്മിപ്പിച്ചത്. ഒന്ന്, സാധ്യതകളുടെ പരിധിക്ക് പുറത്ത് കടക്കുവാനും. രണ്ട്, ഒരു ഇൻക്ലൂസീവായി സർവസൃഷ്ടിയോടും സർവവർഗത്തോടും സർവമനുഷ്യരോടും ദൈവം സ്നേഹിക്കുന്നത് പോലെ നാമും ഈ നോമ്പിൽ അവരെ കൂടെ ഉൾക്കൊള്ളുവാനുമുള്ള ആഹ്വാനമാണ്. പരിമിതികളെ പരിഗണിക്കാതെ അങ്ങനെയുള്ളവരെ കൂടെ ഉൾക്കൊള്ളുവാൻ ഈ വിശുദ്ധമായ വേദഭാഗം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. ആയതിനാൽ പരിശുദ്ധ റൂഹ നമ്മളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.